ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കി കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുക ഗൗതത്തിൻ്റെ മുന്നിൽ. അപ്പോൾ പിങ്കിയുടെ ആ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ചോദിക്കുകയാണ്, എന്തിനാ പിങ്കി നീ എന്തിനിങ്ങനെ ഇമോഷണൽ ആവുന്നത്, എന്തിനിങ്ങനെ കരയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആരുമില്ല, എൻ്റെ വിഷമങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ ആരുമില്ല ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാനുള്ളതൊരവസ്ഥ. ഗൗതം ആണെങ്കിൽ പിങ്കിയെ ഒന്ന് തള്ളി മാറ്റുകയും ചെയ്യാണ്. എന്താ പിങ്കി നീ എന്തൊക്കെയാണ് കാണിച്ചു കൂടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഗൗതം, ഗൗതം ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, ഗൗതത്തിന് വേണ്ടിയും മകന് വേണ്ടിയും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആരുമില്ലെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആര് പറയണം? ഇപ്പം കണ്ടില്ലേ, എൻ്റെ മകൻ പോലും എന്നോട് എന്തെങ്കിലും കാര്യം പറയാറുണ്ടോ? അവൻ എന്ത് ചെയ്തു എന്നാ, നന്ദുമോൻ എന്ത് ചെയ്തു എന്നാ? അല്ലെങ്കിലും ഗൗതത്തോട് എല്ലാ കാര്യങ്ങളും നന്ദു പറഞ്ഞു, പക്ഷേ എന്നോട് പറഞ്ഞോ? ഇന്ന് ക്യാമ്പിൽ വെച്ച് നടന്ന കാര്യങ്ങൾ എല്ലതും എന്നോട് പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. അപ്പം എല്ലാവരും എന്നൊരു അന്യയെ പോലെയല്ലേ കാണുന്നത് ഗൗതം. ഗൗതം ഒന്ന് ചിന്തിച്ച് നോക്ക്. പിങ്കി അത് പിന്നെ സോറി, മോൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്, പക്ഷേ ഞാനെന്തോ നിന്നോട് പറയാനായിട്ട് മറന്നുപോയി പിങ്കി. അതിന് ഞാൻ ഒരുപാട് സോറി പറയുന്നു. വേണ്ട ഗൗതം, ഗൗതം എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് മനസ്സിലായി. ഇനി പതിയെ പതിയെ എല്ലാം ശരിയാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഗൗതം വാ, ഞാൻ മോന് ഭക്ഷണം കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നേരെ മോൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഈ സമയം തന്നെ മോനാണെങ്കിൽ നമ്മുടെ ഗൗരിയെ വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഗൗരിയുടെ ഫോണിലായിട്ട് ഫോൺ എടുക്കുന്നുമില്ല, ഫോൺ കിട്ടുന്നുമില്ല, വല്ലാത്തൊരവസ്ഥ. നന്ദുമോനാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഗൗതം വരികയാണ്. ആഹാ, നന്ദുമോൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നോ? ഇതെന്താ വിഷമിച്ചിരിക്കുന്നത്? അത് പിന്നെ ഞാൻ ഗൗരിയെ ഫോൺ വിളിച്ചു, പക്ഷെ ഗൗരി എടുക്കുന്നില്ല, അതാ എനിക്ക് സങ്കടമായത്. ആണോ? അയ്യോടാ, സാരമില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദ വരികയാണ്. സോറി പിങ്കി വരികയാണ്. നോക്കിയേ, നന്ദുമോൻ ഇതെന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ, നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മോൻ ഇഷ്ടപ്പെട്ട ബ്രെഡ് ഓംലേറ്റും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വേണ്ട, എനിക്ക് ബ്രെഡ് ഓംലേറ്റും വേണ്ടല്ലോ. അതെ അച്ഛാ, അച്ഛൻ എൻ്റെ ബാഗ് ഒന്ന് എടുത്തരാവോ? എന്തിനാ? എടുക്കച്ചാ. അങ്ങനെ നമ്മുടെ ഗൗതം ആ ബാഗ് എടുത്ത് കൊടുക്കുകയാണ്. ഇനി അത് തുറന്നേച്ചാ, അതിൻ്റെ ഉള്ളിൽ ഒരു ടിഫിൻ ബോക്സ് ഉണ്ട്. എന്തിനാ മോനെ? എടുക്കച്ചാ, ഞാൻ പറയാന്നേ. അങ്ങനെ ഗൗതം അതിൻ്റെ ഉള്ളിൽ നിന്ന് ടിഫിൻ ബോക്സ് എടുത്തിട്ട് അത് തുറന്നു നോക്കിയാണ്. കണ്ടോ അതിൻ്റെ ഉള്ളിൽ എന്താന്ന്? ഇതെന്താ മോനെ, ഇത് കുമ്പിളപ്പമാണല്ലോ. അതെ, കുമ്പിളപ്പം തന്നെ. ഇതെനിക്ക് ആരാ തന്നതെന്നറിയാവോ? ഇതെനിക്ക് തന്നതേ ഡോക്ടർ ആൻറ്റിയാ. ഡോക്ടർ ആൻറ്റി ഉണ്ടാക്കി എനിക്ക് തന്നു വിട്ടതാ. നല്ല ടേസ്റ്റാണ് കുമ്പിളപ്പത്തിന്. എനിക്ക് ഈ കുമ്പിളപ്പം മതി തിന്നാനായിട്ട്. ഇത് കേട്ട നമ്മുടെ ഗൗതവും അതേപോലെ തന്നെ പിങ്കിയും ആണെങ്കിലും ആഹാ കൊള്ളാലോ. അപ്പം ഡോക്ടർ ആൻറ്റി അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ ഡോക്ടർ ആൻറ്റി പാവാ, ഡോക്ടർ ആൻറ്റിയെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും എന്നും പറയുകയാണ്. ഇത് കണ്ടോ പിങ്കി, ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡോക്ടർ ആൻറ്റി നന്ദുവിൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി പറ്റി കഴിഞ്ഞിരിക്കുന്നു. അത് ഗൗതം പറഞ്ഞത് ശരി തന്നെയാണ്. അമ്മേ, ഞാനിത് കഴിച്ചോട്ടെ അമ്മേ? പിന്നെന്താ, അത് കഴിച്ചോ. മോൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ മൊത്തം മോൻ കഴിച്ചോ, അതിലമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയാണ്. അപ്പോൾ ഗൗരിക്കുട്ടി ഇങ്ങനെ സെറ്റിൽ കിടന്നൊക്കെ എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ നന്ദ വന്നിട്ട് ഗൗരിക്കുട്ടി ഇതെന്തിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, ഞാനൊരു കഥയെക്കുറിച്ച് ചിന്തിച്ചാണ്. ആഹാ കൊള്ളാലോ. എനിക്ക് മനസ്സിലായി ഏത് കഥയാണെന്ന്. പോലീസുകാരുടെ കഥയല്ലേ? ഓ എൻ്റെ അമ്മേ, എപ്പോഴും ഈ പോലീസുകാരുടെ കഥ മാത്രം പറയാനേ ഉള്ളോ? അമ്മക്കിത് കേട്ട് കേട്ട് ബോറടിക്കുന്നില്ലേ? ആഹാ കൊള്ളാലോ കൊച്ചുമിടുക്കി. നാവ് വഴങ്ങുന്നതിന് മുമ്പ് തന്നെ പോലീസിൻ്റെ കഥ പറഞ്ഞ് എനിക്ക് തന്നിട്ട് ഇപ്പോൾ പോലീസിൻ്റെ കഥ ബോറടിക്കുന്നില്ല എന്ന് എന്നോട് ചോദിക്കുന്നു അല്ലേ? നല്ല മിടുക്കിയാണല്ലോ. ശരി ആയിക്കോട്ടെ. ഇനി ഏത് കഥയാണ് പറയാനായിട്ട് പോകുന്നത്? അതോ, ഞാൻ നല്ലൊരു അടിപൊളി കഥയാ. രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള കഥയാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ആണോ? ആരൊക്കെയാണോ ഫ്രണ്ട്സ്? ഒരു ഫ്രണ്ടിൻ്റെ പേര് ഗൗരി എന്നാ. ആണോ? അപ്പം മറ്റേ ഫ്രണ്ടിൻ്റെ പേരോ? അമ്മ പറയണ്ട, ഞാൻ പറഞ്ഞോളാം കഥകളെല്ലാം. മറ്റേ ഫ്രണ്ടിൻ്റെ പേര് നന്ദു എന്നാ. ആ നന്ദുവേ ഒരു പാവം കുട്ടിയാ. നന്ദു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാ, സ്പോർട്സിനൊക്കെ. അപ്പോഴാണ് ഞാൻ നന്ദുവിനെ പരിചയപ്പെട്ടത്. നന്ദുവേ എന്നോട് ഒരുപാട് കൂട്ടുകൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുമ്പോഴാ അയ്യോ അമ്മേ, ഒരു കാര്യം മറന്നുപോയി അമ്മേ. അയ്യോ, ഞാൻ നന്ദുവിനെ വിളിച്ചില്ല. അതിന് നന്ദു മോൾക്ക് നമ്പർ തന്നായിരുന്നു. എനിക്ക് നമ്പർ തന്നായിരുന്നു. അയ്യോ, അവൻ എന്നോട് പിണങ്ങുമല്ലോ അമ്മേ. അമ്മേ ഫോൺ എടുത്തോ അമ്മേ, ഞാൻ നന്ദുവിനെ ഒന്ന് വിളിക്കട്ടെ.
ആ ശരി വിളിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഫോൺ കുത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോൺ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. അയ്യോ ദേമ്മേ, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ പാവം. അങ്ങനെ നമ്മുടെ ഗൗരി നന്ദുവിനെ വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് നന്ദുവിനെ കാണിക്കണം. അപ്പോൾ നന്ദുവിനോട് പറയുകയാണ്, ഇതേ കോള് വരുന്നുണ്ടല്ലോ. അതെ വീഡിയോ കോളാണല്ലോ മോനെ വിളിക്കുന്നത്, ഗൗരി ആയിരിക്കും. അങ്ങനെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഗൗരി ഗൗരി എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത്? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. അയ്യോ സോറി നന്ദു, ദേ അമ്മയുടെ ഫോണേ കുത്തിയിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാതിരുന്നത്. ദേ സോറി, ഞാൻ ഫോൺ എടുക്കാതിരുന്നതിൽ ഒരുപാട് സോറി ഉണ്ട് കേട്ടോ. ഇങ്ങനെ നന്ദയും ലൈനിൽ നിൽക്കുന്നുണ്ട്. അപ്പം നന്ദ ഓരോ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. ഡോക്ടർ ആൻറ്റി, ഞാനിപ്പോൾ എന്താ കഴിക്കുന്നതെന്ന് അറിയാവോ? എന്താ? അതെ ഞാൻ കഴിക്കുന്നത് ആൻറ്റി എനിക്ക് തന്നു വിട്ടില്ലേ, കുമ്പിളപ്പം ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമായി കുമ്പിളപ്പം. ഞാൻ ഡോക്ടർ ആൻറ്റിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ദേ എൻ്റെ അച്ഛനെയും അമ്മയും കാണണ്ടേ ആൻറ്റിക്ക്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ കാണണമല്ലോ അങ്ങനെ പറയണം. അപ്പം നമ്മുടെ ഗൗതത്തോട് നന്ദു സംസാരിക്കുകയാണ്. പപ്പയ്ക്ക് കാണണ്ടേ ഡോക്ടർ ആൻറ്റിയെ കണ്ടിട്ടില്ലല്ലോ, ദേ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു ഫോൺ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുക, വീഡിയോ കോള്. പക്ഷേ ഗൗതം അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്താ പപ്പ, എന്തു പറ്റിപ്പോയി? ഇതാണോ നിൻ്റെ ഡോക്ടർ ആൻറ്റി എന്ന് ചോദിക്കുക. എന്താ പപ്പ? അങ്ങനെ ഫോൺ തിരിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആരെയും കാണില്ല. റേഞ്ച് പോയിട്ട് വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ റേഞ്ച് പോയെന്നാ തോന്നുന്നു പപ്പ. അയ്യോ കഷ്ടമായി പോയല്ലോ. പപ്പയ്ക്ക് കാണാൻ പറ്റില്ലല്ലോ, അമ്മയ്ക്കും ഗൗരിയെയും കാണാൻ പറ്റില്ലല്ലോ. സാരമില്ല, നമുക്കിനി പിന്നെ പ്രാവശ്യം വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗരിയെ കാണിക്കുകയാണ്. അപ്പോൾ ഗൗരിയും പറയണം, അയ്യോ ദേ അമ്മ ഇത് നോക്കിയമ്മേ, അവർ രണ്ടുപേരെയും കാണാമല്ലോ, റേഞ്ച് പോയെന്ന് തോന്നുന്നത്. സാരമില്ല, ഇനിയിപ്പോൾ നമുക്ക് കുത്തിയിടാം. ഇനിയിപ്പോൾ റേഞ്ച് നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇത് ഫോണൊക്കെ കുത്തിയിടാനായിട്ട് ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗരിമോള്. അപ്പോൾ ഗൗരിമോള് നേരെ പുറത്തോട്ട് ഇറങ്ങി ഒരു പാറയുടെ അരിയിലേക്ക് ചെല്ലുകയാണ്. പാറയുടെ അരിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് ആ കാഴ്ച കണ്ട് ഗൗരിമോളാക്കി ഞെട്ടിപ്പോവുകയാണ്. എന്താ ഇത്? അയ്യോ ദേ എൻ്റെ അച്ഛൻ അപ്പം ഇത് കണ്ടല്ലോ എൻ്റെ മെസ്സേജ്, അച്ഛൻ ഉടനെ വരുമെന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു ഓടി ചെല്ലുകയാണ് നന്ദയുടെ അരികിലേക്ക്. അപ്പോൾ നന്ദയാണെങ്കിൽ ഗൗരിമോളെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൗരിമോള് ദേ ഓടി വരുന്നു. ഇതെന്താ ഗൗരിമോളെ, നീ എവിടെ പോയിരുന്നു മോളെ? ഞാൻ എത്ര പ്രാവശ്യം അന്വേഷിക്കുന്നു. ഞാനേ ആ മെസ്സേജ് നോക്കാൻ പോയതാ. ആ മെസ്സേജിൻ്റെ അരികിലേ ദേ എൻ്റെ അച്ഛനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോ? ഏതച്ഛൻ? അച്ഛൻ ഉടൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എഴുതി വെച്ചു. എൻ്റെ അച്ഛൻ ഉടനെ വരുമല്ലോ. ഗൗരി നീ കളിക്കാൻ നിൽക്കരുത്. നിൻ്റെ അച്ഛൻ എഴുതി വെച്ചെന്നോ? എന്തെന്നും പറഞ്ഞ് എഴുതി വെച്ചു? ദേ നിൻ്റെ അച്ഛനൊന്നും ആയിരിക്കില്ല, വേറെ ആരെങ്കിലും നിന്നെ കളിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചായിരിക്കും. അതെങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി എഴുതി വെക്കും? ദേ എൻ്റെ അച്ഛനെ കാണണമെന്നും പറഞ്ഞല്ലേ ഞാൻ അവിടെ എഴുതി വെച്ചത്. അപ്പോൾ അച്ഛനല്ലേ അതിൻ്റെ ഇടയിൽ വന്ന് എഴുതുള്ളൂ ഞാൻ ഉടനെ വരുമെന്ന്. അപ്പോൾ പിന്നെ എന്താ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഗൗരി നിനക്ക് അഹങ്കാരം കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന്. ഇവിടെ ശാന്തിപുരത്തേക്ക് നിൻ്റെ അച്ഛൻ വരില്ല. നിൻ്റെ അച്ഛൻ താമസിക്കുന്നത് വേറെ സ്ഥലത്തല്ലേ. അതെന്താ ശാന്തിപുരത്തേക്ക് വന്നാൽ എന്താ അച്ഛന് കുഴപ്പം? ഈ മോളത്തേടി അച്ഛൻ വരുമല്ലോ. ദേ അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. എന്താ എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് അറിയണ്ടേ? നീ വലുതാവും പറഞ്ഞാൽ മതി. എന്താ ചെറുതായും പറഞ്ഞാൽ എന്താ കുഴപ്പം? ദേ എല്ലാവരും ചെറുതിലെയാണല്ലോ അച്ഛൻ്റെ കൂടെ ജീവിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അച്ഛനുണ്ടല്ലോ, നന്ദുമോനും അച്ഛനുണ്ട്. ആ അച്ഛനെ കാണാൻ നല്ല രസമല്ലേ, നല്ല അച്ഛൻ തന്നെയാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അരിശം വരുന്നുണ്ട് ഗൗരി. ഇനി മേലാ ഇത്തരത്തിലൊരു ചോദ്യമായിട്ട് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കുന്നീയ. പറഞ്ഞ മനസ്സിലായോ എന്ന് കൊച്ചിനോട് പറയാ. കൊച്ചാണെങ്കിൽ ഭയങ്കരമായിട്ടും കരയാണ്. ഇത് കണ്ട നളിനി ആണെങ്കിൽ ദേ എന്തിനാ മോളെ നീ കരയല്ലേ, ദേ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നന്ദയ്ക്ക് ഭയങ്കരേറെ സങ്കടം തോന്നിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. കൊച്ചു ഓരോ ദിവസം കഴിയും തോറും അച്ഛനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്തു പറയാനാണ് നന്ദയ്ക്ക്? ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. പിന്നീട് കാണിക്കുന്ന അവിടെ പിങ്കിയ. അപ്പോൾ പിങ്കി ഗൗതം പെട്ടെന്ന് ഒരുങ്ങ ഗൗതം, അപ്പോയിൻമെൻറ്റിനുള്ള സമയമായി, പെട്ടെന്ന് ഡോക്ടറെ കാണാനായിട്ട് പോകണ്ടേ? പിങ്കി ഒരുങ്ങിയോ പിങ്കി? ഞാനെപ്പോഴും ഒരുങ്ങി. ഇതെന്താ ഗൗതം എന്തോ ഒരുങ്ങിയില്ല ഇതുവരെയായിട്ടും? ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ദേ ഗൗതത്തിൻ്റെ ഒരു കാര്യം കേൾക്കണോ? ഏത് സമയം ആ ഡോക്ടറെയും ഗൗരിമോളെ കുറിച്ച് പറയാനേ നമ്മുടെ നന്ദുവിന് നേരമുള്ളൂ.
നന്ദുവിന് ശരിക്കും ശരിക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ ഡോക്ടറെ കണ്ടപ്പോൾ മുതലാണെന്ന് തോന്നുന്നു. നല്ല ആക്റ്റീവാണ് ആള്. ആ ശരിയാണ് പിങ്കി പറഞ്ഞത്, വളരെയേറെ ശരി തന്നെയാണ്. പിന്നെ ആ ഗൗരിമോളെ കണ്ടാലേ നന്ദയുടെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇത് കേട്ടാ നമ്മുടെ പിങ്കിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. ഓ അതെന്താ ഗൗതം അങ്ങനെ പറഞ്ഞത്? ശാന്തിപുരത്ത് കിടക്കുന്ന ഗൗരിമോൾക്ക് എങ്ങനെയാണ് നന്ദയുടെ ഫേസ് വരുന്നത്? അയ്യോ പിങ്കി, അങ്ങനെയല്ല. ഗൗരിമോളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്ന് എടുത്ത് താലോലിക്കാനായിട്ട് തോന്നും. നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. നന്ദയുടെ ഒരു ഷേപ്പ് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി ഗൗതം, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്നാ? താൻ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു അവഗണിക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് ഞാനിവിടെ കഴിയുന്നത്. അങ്ങനെയൊന്നുമില്ല. ദേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യവുമില്ല പിങ്കി. ഇവിടെ നന്ദുമോൻ്റെ അച്ഛനും അമ്മയും നമ്മൾ തന്നെയാണ്. പിന്നെ ഗൗരിമോൾ നന്ദയുടെ അതേ ചായം തന്നെയാണ്. ആ മോളെ കാണുമ്പോൾ എനിക്ക് നന്ദയെ തന്നെ ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഗൗതത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും നന്ദ മാറിയിട്ടില്ല. ഈ വീട്ടിലെ ചുറ്റുപാടൊന്ന് നോക്കിയേ. നന്ദയുടെ ഒരു ഫോട്ടോ പോലും ഇവിടെ ഇല്ല. നന്ദയുടെ ഓർമ്മ പോലും ഇവിടെ നിന്ന് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നിട്ടും എൻ്റെ മനസ്സിലൊരു വിങ്ങലായിട്ട് നന്ദയുണ്ടെങ്കിലും, മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാതെ നന്ദ ഗൗതത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ നന്ദയുടെ സാമീപ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൗതം നമുക്ക് രണ്ടുപേർക്കും ഇതുവരെ ഒന്നിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നന്ദയെ മറക്കാൻ പറ്റാതെ എന്നെ അവഗണിച്ചുകൊണ്ട് ഗൗതം നടക്കുന്നത്. പിങ്കി പ്ലീസ് പിങ്കി, ആ ഒരു സംസാരം നമുക്കിവിടെ വേണ്ട. ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയതാ. എനിക്കറിയാം ഗൗതം അറിയാതെയൊന്നുമല്ല പറഞ്ഞു പോയത്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ ഗൗതത്തെ എതിർക്കാനായിട്ട് ആളല്ല. അല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വർഷമായില്ലേ, ഇത്രയും വർഷം നമുക്ക് ഒന്നിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ ഗൗതം? പണ്ട് നമ്മൾ സ്നേഹിച്ചിരുന്നവരല്ലേ ഗൗതം? പിങ്കി വേണ്ട പിങ്കി, പഴയ കാര്യങ്ങളൊന്നും ഞാൻ ഓർമ്മിപ്പിക്കുന്നതല്ല ഗൗതം. പക്ഷേ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയാണ്. അതെല്ലാം പോട്ടെ, ഇനിയിപ്പോൾ അപ്പോയിൻമെൻറ്റിന് സമയമായി, വാ നമുക്ക് കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോവുകയാണ്. പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനാണെങ്കിൽ ആകെ ടെൻഷൻ. പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണ്. അപ്പോൾ ഗൗരിയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക. അച്ഛനെക്കുറിച്ച് ചോദിച്ചിട്ട് നന്ദൊന്നും പറഞ്ഞില്ലല്ലോ. നന്ദയാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് കൊച്ചിനോട് ചെയ്തത്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരി വന്ന്, ദേ ഗൗരിമോളെ ഇത് ആരാന്ന് നോക്കിക്കണ്ടേ, നിർമ്മലങ്കൾക്കേ എന്തോ കാര്യം പറയാനുണ്ടെന്ന്. എനിക്ക് ആരോട് സംസാരിക്കണ്ട ആൻറ്റി, എനിക്ക് ആരോട് സംസാരിക്കണ്ട, ഒരു മൂടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നിർമ്മലങ്കളെ എന്തോ അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയല്ലേ മോളെ വിളിച്ചത്, അപ്പോൾ ഒന്ന് സംസാരിക്കുക. ശരി നിർമ്മലങ്കളെ, എന്താ അങ്കിൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? അതെ, ഗൗരിമോൾക്കൊരു സന്തോഷം തരുന്ന വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. സന്തോഷം തരുന്നേ? അതെന്താ? അതെ, നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നു. എന്താ സന്തോഷമല്ലേ? ഹായ്, ആണോ? ഉറപ്പായിട്ടും പോകോ? പിന്നെ പോകും. പക്ഷേ ഗൗരിമോള് പിണക്കമൊക്കെ അവസാനിപ്പിക്കണം. ദേ മോൾ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് മോളുടെ അമ്മ അവിടെ കരഞ്ഞോണ്ടിരിക്കുകയല്ലേ. അത് പിന്നെ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് മാത്രമല്ലേ ചോദിച്ചുള്ളൂ. അതിന് അമ്മയല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്. എന്തിനാ അച്ഛനെക്കുറിച്ച് ചോദിക്കുന്നത്? മോളോട് ഇഷ്ടമുള്ള അച്ഛനാണെങ്കിൽ മോളെ തിരക്കി വന്നാനായിരുന്നല്ലോ. എന്നിട്ട് വന്നോ? അപ്പം പിന്നെ നമ്മളത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലങ്ങളെ, എങ്കിൽ പിന്നെ മിടിക്കേട്ടിരിക്കെ. എന്നിട്ട് നല്ല പിണക്കമെല്ലാം മാറ്റി അമ്മയെ പോയി സമാധാനിപ്പിക്കുക. അപ്പോഴേക്ക് മംഗൾ അങ്ങോട്ട് എത്തിയിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. ശരി അങ്കളെ എന്ന് ഗൗരിമോള് പറയുക. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പോൾ നന്ദുവിൻ്റെ കാലൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ചെക്ക് ചെയ്യുമ്പോഴും ഡോക്ടർക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട്. അപ്പോൾ പിങ്കിയും അതേപോലെ തന്നെ ഗൗതവും ആകെ ടെൻഷൻ അടിച്ചു. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു സീഗൻ, ബൈ.